ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് GST പാർട്ട് 48 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ നോട്ടിഫിക്കേഷൻ 94/2020. നമുക്കറിയാം പാർട്ട് 47 ഈ നോട്ടിഫിക്കേഷൻ തന്നെ, അതായത് 94/2020 എന്ന നോട്ടിഫിക്കേഷൻ, അതായത് ഇത് വന്ന ഡേറ്റ് 22 ഡിസംബർ 2020 അതിനകത്ത് ഒരുപാട് അമെൻമെന്റ് ഉണ്ടായ നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഒരുപാട് ഡിസ്കഷൻ ഒക്കെ നടന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് റൂൾ 86B എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 47 ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതേ നോട്ടിഫിക്കേഷനിലെ കുറച്ച് പോയിന്റ്സ് കൂടി, പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, ഈ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് 1/1/2021 മുതലാണ്. അതായത് ഈ ജനുവരി തൊട്ടിട്ടാണ് ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്ക് ഓരോ പോയിന്റ് വൈസ് നോക്കാം. ഒന്ന്, റെസ്ട്രിക്ഷൻ ഓൺ ക്ലെയിം ഓഫ് ITC ആസ് പെർ റൂൾ 36 സബ് റൂൾ 4. ഇതാണ് നമ്മുടെ ഡിസ്കഷൻ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾക്കറിയാം റൂൾ 36 സബ് റൂൾ 4 എന്താണെന്ന് നമ്മൾ മുന്നേ തന്നെ ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. നമുക്കറിയാം അത് നിങ്ങളുടെ ITC ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ എലിജിബിൾ ITC എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സപ്ലയർ ഫയൽ ചെയ്തിട്ടുള്ള ആ ഇൻപുട്ട് പ്ലസ് 20% ആയിരുന്നു ആദ്യം ഈ 36 സബ് റൂൾ 4 പ്രകാരം അലോ ചെയ്തിരുന്നത്. പിന്നെ നമുക്കറിയാം അത് ആ 20% എന്താക്കി 10%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ വരെ എന്താവും 10%ന്റെ അണ്ടറിലാണ് വരിക. ഈ 1/1/2021 തൊട്ടിട്ട് അത് ഏതിലേക്ക് പോകുന്നതാണ് പറയുന്നത് 5% ആയിരിക്കും. ആ 10% ഉള്ളത് 5% ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ഈ പുതുവത്സരത്തിൽ ഏറ്റവും ഒരു തിരിച്ചടിയാൻ ചാൻസസ് ഉള്ള ഒരു അമെൻമെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ മാസം, അതായത് ഡിസംബറിൽ വരെ ക്ലെയിം ചെയ്തതിന്റെ പകുതി മാത്രമേ, അതായത് 10 ഉള്ളത് 5% ആയി, പകുതി മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇനി ഓപ്പോസിറ്റ് സപ്ലയർ ഫയൽ ചെയ്തിരിക്കേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ 36 സബ് റൂൾ 4 വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് സപ്ലയേഴ്സ്, അതായത് നിങ്ങൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്ത പാർട്ടി ഫയൽ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ റൂൾ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർ ഫയൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി ഓൾമോസ്റ്റ് എന്നല്ല 100% തന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ITC മുഴുവൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക, എലിജിബിൾ ITC പ്ലസ് 5% ഓഫ് എലിജിബിൾ ITC എന്ന റൂള് പ്രകാരമായിരിക്കും ITC ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏതെങ്കിലും ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ സപ്ലയേഴ്സ് അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ITC ക്ലെയിമിങ്ങിനെ ബാധിക്കും. മാത്രമല്ല ഈ 5% ചിലപ്പോൾ ഷോർട്ട് പീരീഡിലുള്ള തന്നെ 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ ട്രെൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 20 തന്നു ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അത് 10ലേക്ക് എത്തിച്ചു, ഇപ്പം അത് 5ലേക്ക് എത്തിച്ചു, അധികപക്ഷം അത് ഇനി 0, അതായത് അങ്ങനെ ഒരു % നിങ്ങൾക്ക്, അതായത് വാട്ടെവർ എന്താണോ സപ്ലയർ ഫയൽ ചെയ്തത് അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിയമം ഓൾട്ടർ ചെയ്ത് വന്നേക്കാം. അതുകൊണ്ട് ഇപ്പോഴും തന്നെ നിങ്ങളുടെ ക്ലയൻറ്റ്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ സപ്ലയർ സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക. അവർ ആരെങ്കിലും ഫയൽ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഓർപ്പിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക. എന്നിട്ട് ആ എലിജിബിൾ ആയിട്ടുള്ള ITC മാത്രം ക്ലെയിം ചെയ്യുക. കാരണം ഈ പുതുവത്സരം തൊട്ടിട്ട് ഏറ്റവും ഹാർഡായിട്ടുള്ള റൂളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അമെൻമെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത 1-2 പോയിന്റുകൾ കൂടി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓപ്പോസിറ്റ് പാർട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സപ്ലയറെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്ത ഓരോ പോയിന്റുകൾ. നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. കൈൻഡ്ലി നോട്ട് എനി ക്ലെയിം exceeding the specified limit shall result in a
violation of CGST Act which may result in the suspension of GSTN. അതായത് ഈ റെസ്ട്രിക്ഷൻ ഓൺ ക്ലെയിം ഓഫ് ITC ആസ് പെർ റൂൾ 36 സബ് റൂൾ 4, അതായത് നിങ്ങൾ വളരെ ഈ 36 സബ് റൂളിന്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, ചേഞ്ചസ് നിങ്ങൾ വയലേറ്റ് ചെയ്താൽ തോന്നുന്നു. ഇനി ക്ലെയിം എക്സീഡിംഗ് ദ സ്പെസിഫൈഡ് ലിമിറ്റ് 36 സബ് റൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ലിമിറ്റ് എക്സീഡ് ചെയ്താൽ നിങ്ങൾ ആ റൂള് വയലേറ്റ് ചെയ്തതായിട്ട് GST ഡിപ്പാർട്ട്മെന്റ് കരുതും. അതുപ്രകാരം തന്നെ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ അവർ ക്യാൻസൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റിന്റെ കംപ്ലീറ്റ് രൂപം. അതായത് 36 സബ് റൂൾ 4 5% ആയി എന്നത് മാത്രമല്ല, നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റി നിങ്ങൾ എക്സീഡ് ചെയ്തിട്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ട് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ കട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കുക, GSTR1 ടു ബി ബ്ലോക്ക്ഡ് ഇൻ കേസ് ഓഫ് നോൺ ഫയലിംഗ് ഓഫ് 2 GSTR3B. നമുക്കറിയാം മുന്നേ തന്നെ GSTR3B സബ്സിക്വന്റ് ആയിട്ട് 2 പീരീഡ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ E-way ബില്ല് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ, ഈ റൂൾ വരുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ഈ പുതുവർഷം തൊട്ടിട്ട് ജനുവരി തൊട്ടിട്ട് എന്താണ്, GSTR1 ടു ബി ബ്ലോക്ക്ഡ് ഇൻ കേസ് ഓഫ് നോൺ ഫയലിംഗ് ഓഫ് 2 GSTR3B. സബ്സിക്വന്റ് ആയിട്ട് 2 GSTR3B നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഏത് കൂടി ബ്ലോക്ക് ചെയ്യപ്പെടും? GSTR1 ഫയൽ ചെയ്യുന്നത് കൂടി ബ്ലോക്ക് ചെയ്യപ്പെടും. ഇനി അതുപോലെ തന്നെ ക്വാർട്ടേർലി ഫയലേഴ്സ് ആണെങ്കിലോ, ക്വാർട്ടേർലി ഫയലേഴ്സ് ടാക്സ് പെയർ ഫെയിൽസ് ടു ഫയൽ GSTR3B for the preceding quarter shall not permitted to file GSTR1 of the subsequent quarter. ഇനി ലാസ്റ്റ് പീരീഡിലെ ലാസ്റ്റ് ക്വാർട്ടറിലെ GSTR3B ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിക്വന്റ് ക്വാർട്ടർ GSTR1 ഫയൽ ചെയ്യാൻ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ആണ് പറയുന്നത് ക്വാർട്ടേർലി ഫയലേഴ്സ് ആണെങ്കിൽ. ക്വാർട്ടേർലി ഫയലേഴ്സിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടും. അപ്പോൾ ടൈമിലി GSTR1ഉം GSTR3Bയും ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. പല ആൾക്കാരും അവരെന്ത് ചെയ്യും, GSTR3B മാത്രം ഫയൽ ചെയ്തിട്ട് ടാക്സ് അടച്ചു എന്ന് വരുത്തും. ഫയൽ ചെയ്തതിനോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്തൂടെ ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷെ 1 ഫയൽ ചെയ്യാറില്ല. ചില ആൾക്കാർ 1 ഫയൽ ചെയ്യും, 3B കറക്റ്റ് ചെയ്യില്ല. എന്നാൽ ഇതിന് തൊട്ടിട്ട് എല്ലാ ടാക്സ് പേയേഴ്സും GSTR1ഉം GSTR3Bയും കറക്റ്റ് ടൈമിന് ആക്യുറേറ്റ് ഡാറ്റാസ് വെച്ചിട്ട്, അതായത് എന്താണോ നിങ്ങളുടെ സെയിൽ അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈയുടെ എമൗണ്ടും അതിൻ്റെ ടാക്സ് പോർഷനും വളരെ കൃത്യമായിട്ട് GSTR1ൽ കാണിക്കുക. അതുപോലെ തന്നെ അതേ സെയിം ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്തും വരേണ്ടത്, GSTR3Bയിലും വരേണ്ടത്. അതേ ഔട്ട്വേർഡ് സപ്ലൈയും ഔട്ട്പുട്ടും തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരേണ്ടത്, 3Bയിലും വരേണ്ടത്. അതുപോലെ തന്നെ 3Bയിൽ കാണിക്കുന്ന ഇൻപുട്ട്, അതായത് ഇൻവേർഡ് ടാക്സബിൾ സപ്ലൈയുടെ ഡീറ്റെയിൽസും ഇൻപുട്ടും വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും സപ്പോർട്ടിംഗ് വർക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇത്ര റിട്ടേണുകൾ, ആ മന്ത്ലി റിട്ടേണുകൾ രണ്ടും കറക്റ്റ് ടൈമിന് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി തേർഡ്, ടാക്സബിൾ വാല്യൂ ആൻഡ് ടാക്സ് ബോത്ത് ഷുഡ് ബി ഇൻ എ മാച്ച് ബിറ്റ്വീൻ GSTR1 ആൻഡ് GSTR3B. മുകളിൽ പറഞ്ഞ പോലെ തന്നെ GSTR1ൽ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസും GSTR3Bയിൽ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസും ആക്യുറേറ്റ് ആയിരിക്കണം, വളരെ കറക്റ്റ് ആയിരിക്കണം. മിസ്മാച്ച് ഉണ്ടെങ്കിൽ, മാച്ച് അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ആ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ, അതായത് GSTR1ൽ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക, അത് റെഡ്യൂസ് ചെയ്തിട്ടാവട്ടം വേറൊരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. GSTR3B നിങ്ങളുടെ ടാക്സ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത്, സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറഞ്ഞ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിസ്മാച്ച് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ GSTR1ലും 3Bയിലും ഇനി മുതൽ കൊടുക്കുകയാണെങ്കിൽ, ഈ പുതുവത്സരം തൊട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ, 1/1/2021 തൊട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാം. ഫോർത്ത്, ഡിപ്പാർട്ട്മെന്റ് വിൽ ക്യാൻസൽ GSTIN if violates newly inserted rule 86B of the CGST rules. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 47-ൽ പറഞ്ഞിട്ടുള്ള റൂൾ 86B എന്ന റൂള് നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ എന്താവാം, നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം. GST ഡിപ്പാർട്ട്മെന്റ് വിൽ ക്യാൻസൽ GSTIN if violates newly inserted rule 86B of the CGST rules. Okay. ഫിഫ്ത്ത്,
powers of GST department. The officer can proceed for cancellation of GSTIN where a taxpayer avails ITC exceeding than that permissible under section 16 clause E has been inserted in rule 21 of CGST rules 2017. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാവുന്ന കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എമൗണ്ടുകൾ എങ്ങനെയാണ്, ITC എല്ലാ റൂളുകളും പറഞ്ഞിട്ടുണ്ട്. ITC എടുക്കുന്നതിനുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു വാലിഡ് ഡോക്യുമെന്റ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, ആ പർച്ചേസ് ചെയ്ത ഡോക്യുമെന്റ് നിങ്ങൾ റിസീവ് ഉണ്ടാവണം, അല്ലെങ്കിൽ 180 ഡേയ്സിനുള്ളിൽ നിങ്ങൾ അതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ട്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ആ രീതിയിലുള്ള ITC മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇനി അല്ലാത്ത രീതിയിലുള്ള നിങ്ങളുടെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ITC ക്ലെയിമിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലേഷനിലേക്ക് എത്തിയേക്കാം. ഇവിടെ അതിനുള്ള GST ഡിപ്പാർട്ട്മെന്റിന്റെ പവർ പറയുന്നത് എങ്ങനെയാണ്? The words opportunity of being heard has been omitted from clause 2 of rule 21A. The words opportunity of being heard has been omitted from clause 2 of rule 21A. റൂൾ 21A ക്ലോസ് 2ലുള്ള വേർഡ്, മുമ്പുണ്ടായ ഒരു വേർഡ് ഉണ്ടായിരുന്നു. എന്താണ് വേർഡ്? ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. അതായത് എന്തെങ്കിലും തെറ്റ് GST ഡിപ്പാർട്ട്മെന്റ് നമ്മളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ നോട്ടീസ് നമുക്ക് ലഭിക്കും. നമുക്കതിന് ഉത്തരം കൊടുക്കാനില്ല, ന്യായീകരണം കൊടുക്കാനില്ല ഒരു അവസരം നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ആ വേർഡ് അവിടെ കട്ട് ചെയ്തിട്ടാ ഉള്ളത്. എന്ത്? ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. അതാ നമുക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം. അങ്ങനെയുള്ള അവസരം എന്നുള്ള വേർഡ് അവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഇനി ഒരു ചോദ്യം ഉണ്ടാവില്ല. ആ GST ഡിപ്പാർട്ട്മെന്റ് അവരുടെ അധികാര പരിധി ഇൻക്രീസ് ചെയ്തിട്ടാണുള്ളത്, വലുതാക്കിയിട്ടാണുള്ളത്. അവർക്ക് വിശ്വസിക്കാൻ തക്കതായ ന്യായീകരണം ഉണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം എന്നാണ് പറയുന്നത്. നോക്കുക, where the proper officer PO has reasons to believe that the registration of person is liable to be cancelled. അതായത് അവർക്ക് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ന്യായീകരണങ്ങൾ പ്രോപ്പർ ഓഫീസർക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ആ GST ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മളോട് അതിന്റെ ന്യായീകരണം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 5 പോയിന്റുകളാണ് ഈ പാഠത്തിൽ പാർട്ട് 48 നമ്മൾ ഡിസ്കസ് ചെയ്തത്. 47 നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂൾ 86B കുറിച്ചാണ്. അപ്പൊ ഇതടക്കം അടങ്ങി ഈ 5 പോയിന്റ്, ആ പോയിന്റ് അടക്കം ഏകദേശം 8-9 പ്രധാനപ്പെട്ട പോയിന്റുകൾ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ പോയിന്റുകളും അതിൻ്റെ അകത്തുണ്ട്. ഞാൻ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ 86B എടുത്തു. ഇതിൻ്റെ അകത്ത് ഒരു 5 പോയിന്റ് എക്സ്ട്രാ വേറെയും എടുത്തു. ഇതല്ലാതെ പോയിന്റുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ 94/2020 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട്, അതായത് ന്യൂ ഇയറിലെ ഈ ജനുവരി 1/1/2021 അങ്ങോട്ട് ഇനി വരാവുന്ന പല നോട്ടിഫിക്കേഷനും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഉഴപ്പാനുള്ള ചാൻസസ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിങ് ഏതാണ് ബേസ്? എറർ ഫ്രീ അക്കൗണ്ടിങ് വേണം, അതേപോലെ തന്നെ ഡോക്യുമെന്റേഷൻ വേണം. എറർ ഫ്രീ ബുക്സ് ഓഫ് അക്കൗണ്ട്, അതാണ് നിങ്ങളുടെ ബേസ്, യുവർ ബേസ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങളുടെ ബില്ലും മറ്റുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സെയിൽ ബില്ലാകട്ടെ പർച്ചേസ് ബില്ലാകട്ടെ, അത് നന്നായി സോർട്ട് ചെയ്ത് കറക്റ്റ് എടുത്ത് വെച്ച്, ഒന്നും മിസ്സാകാതെ എടുത്ത് വെച്ച് കറക്റ്റ് അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം പ്രോപ്പർ ഫയലിംഗ് ഓഫ് GSTR 1, ദെൻ പ്രോപ്പർ ഫയലിംഗ് ഓഫ് GSTR 3B. കറക്റ്റ് ഡേറ്റിന് GSTR 1ഉം 3Bയും ഫയൽ ചെയ്യണം. 3Bയിൽ തന്നെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. ബ്ലോക്കഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ എടുക്കരുത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സപ്ലയർ ഫയൽ ചെയ്തിട്ടെങ്കിൽ നിങ്ങളുടെ 2Bയിൽ എന്താണ് വന്നിരിക്കുന്നത് അത് കറക്റ്റ് ഇതിൽ വാച്ച് ചെയ്യുക, റീകൺസിൽ ചെയ്യുക. അത് പ്രകാരം 2B പ്രകാരം ഇൻപുട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. 3Bയിൽ മന്ത്ലി വെരിഫിക്കേഷൻ ഓഫ് കമ്പാരിസൺ ചാർട്ട്, ആ ഫയലിംഗ് കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം സർവീസസ് എന്ന് പറയുന്നതിൽ ഒരു കമ്പാരിസൺ ചാർട്ട് ഉണ്ട് GST സൈറ്റിൽ. അത് പ്രിന്റ് എടുത്തിട്ട് അത് ആ എല്ലാ ഡീറ്റെയിൽസും റീകൺസിൽ ചെയ്ത് നോക്കുക, തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അറിയാതെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തിരിച്ചടക്കേണ്ട
വല്ല ഇൻപുട്ടും ക്ലെയിം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് DRC03 പ്രകാരം തിരിച്ചടച്ചുകൊണ്ട് ട്രാക്കിലേക്ക് എത്താം. അതായത് ഇനി തൊട്ടിട്ട് മിസ്മാച്ച് GSTR 1ലെയും 3Bയിലേക്ക് ഡാറ്റാസ് തമ്മിൽ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ഡീറ്റെയിൽസും GSTR 1ൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും GSTR 3Bയിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും സെയിം തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ടൈംലി റെക്ടിഫിക്കേഷൻ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ ഡിഫറൻസ് കൂടി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ പറഞ്ഞല്ലോ, GST ഓഫീസർക്ക് വൈഡ് പവറാണുള്ളത്. അവർക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ സ്പോട്ടിൽ തന്നെ ഒരു ന്യായീകരണം ചോദിക്കാതെ തന്നെ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻപുട്ട് ITC ക്ലെയിമിംഗ് ഒക്കെ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അവരുടെ ഡാറ്റാബേസും നിങ്ങൾ ക്ലെയിം ചെയ്ത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതും GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അക്കൗണ്ടിങ്ങും മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.